ഭരണഘടനയെ മാനിക്കാത്ത ഒരു ഭരണത്തിന്റെ കീഴിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതെന്ന് പ്രമുഖ കവിയും എഴുത്തുകാരനുമായ PN ഗോപികൃഷ്ണൻ ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച താലൂക്ക് സെമിനാർ കണ്ണിയമ്പുറം ഫിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂർണ്ണ രൂപത്തിലുള്ള ഭരണഘടന എഴുതി തയ്യാറാക്കിയ ഭരണഘടന രാഷ്ട്രത്തിന് സമർപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആരാധ്യനായ ഡോക്ടർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചത്. ഈ ഭരണഘടന എഴുതിയുണ്ടാക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചത്. അപ്പൊ അംബേദ്കർ ഈ 1950 നവംബർ 26 ഈ ഭരണഘടനയുടെ പ്രതി സമർപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അത് വളരെ പ്രസക്തമായ ഒരു പ്രസംഗമാണ്. ഒരുപക്ഷെ നമ്മൾ ഈ 75 വർഷത്തിനിടയിൽ എന്താണ് ഭരണഘടന എന്നതും എന്താണ് അത് നിർദ്ദേശിക്കുന്ന ജനാധിപത്യം എന്നതും അത് മുന്നോട്ട് വയ്ക്കുന്ന മതേതരത്വം അതുപോലെയുള്ള മൂല്യങ്ങളുടെ പ്രസക്തിയൊക്കെ പതുക്കെ നമ്മുടെ രാജ്യത്ത് നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം അതിന് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജാഗ്രത കുറവാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയുന്ന ഒരു മുഹൂർത്തത്തിലാണ്. ഭരണഘടന എന്നത് വെറുമൊരു അലങ്കാര പുസ്തകമല്ല, അതിനെ നമ്മൾ കൃത്യമായി ബഹുമാനിക്കണം. എന്നാൽ ഇപ്പോൾ ഭരണഘടന ഒരു ഔദ്യോഗിക പ്രതീകം മാത്രമായി മാറ്റിയിരിക്കുകയാണ്. വർത്തമാന കാലത്തെ അക്കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വലിയൊരു രാഷ്ട്രീയ നിലപാട് കൂടിയാവുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തി. ഷാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രബാബു ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. വിജയൻ ഓണപ്പതിപ്പ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വായനോത്സവം വിജയികൾക്കുള്ള സമ്മാനദാനം സന്ധ്യ നിർവഹിച്ചു. ചടങ്ങിൽ KP സുധീർ, ഉഷാദേവി, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക പ്രവർത്തകരും ലൈബ്രറി കൗൺസിൽ പ്രതിനിധികളും സെമിനാറിൽ പങ്കെടുത്തു.